നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം, അതിൽ 27-ാമത്തെ ശ്ലോകം. പാഠം 12. അവതാരങ്ങളെക്കുറിച്ച് പറയണം. കൽക്കി അവതാരം കൂടി പറഞ്ഞു. അവതാരങ്ങൾ സരസസ്യു സഹസ്രശ, എത്ര എന്നുള്ളത് പറയാൻ സാധിക്കില്ല. മഴത്തുള്ളി പോലെ, അല്ലെങ്കിൽ ഭൂമിയിലെ മൺതരി പോലെ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഇനി മറ്റ് കാര്യങ്ങൾ പറയാണ്. എന്താണ്? 27-ാമത്തെ ശ്ലോകം. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സ പ്രജാപതയസ്തഥാ. സ പ്രജാപതയ, പ്രജാപതികളോട് കൂടിയ. സ പ്രജാപതിയോടുകൂടി. സ പ്രജാപതയ, പ്രജാപതികളോടുകൂടി. ഋഷയ, ഋഷികൾ, മുനികൾ, ഋഷികൾ, വിപ്രന്മാർ, ഇവരൊക്കെ. മനവ, മനുക്കൾ. 14 മനുക്കൾ ഉണ്ടല്ലോ. സ്വയംഭുവൻ, സ്വാരോജിഷൻ, ചാക്ഷുഷൻ, ഉത്തമൻ, രൈവതൻ, താമസൻ, വൈവസ്വതൻ, ഇങ്ങനെയുള്ള മനുക്കൾ, സാവർണ്യ മനുക്കൾ. ഇതൊക്കെ 14 മനുക്കളിൽ പെടും. അപ്പോൾ ഇവരൊക്കെ ദേവാഹ, ദേവന്മാർ, അതേപോലെ മഹാ ഉജസ, ഏതെങ്കിലും തരത്തിൽ അധികമായിട്ടുള്ള ഓജസ് ഉള്ളവരൊക്കെ. മനുപുത്രാഹ, ഇപ്പോൾ പ്രിയവ്രതൻ, ഉത്താനപാദം തൊട്ടുള്ളവർ, ഇക്ഷ്വാകു തൊട്ടുള്ളവർ, ഇങ്ങനെ പലരും മനുപുത്രന്മാർ. സർവേ, എല്ലാവരും. ഹരേഹേ, ഹരിയുടെ. കലാഹ ഏവ, എല്ലാവരും ഹരിയുടെ കലകളോട് കൂടിയവരാണ്. എന്നുവെച്ചാൽ ഭഗവത് അംശമാണ് എന്ന് സാരം. അംശാംശാവാം, അംശാംശാംശാവാം ഒക്കെ ഉണ്ടാവാം. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ, ഋഷിമാരാകട്ടെ, മനുക്കളാകട്ടെ, ദേവന്മാരാകട്ടെ, മനുപുത്രന്മാരാകട്ടെ, മഹാ ഔജസ, ഓജസ് കൂടിയതായിട്ടുള്ള മറ്റേതെങ്കിലും ഗണനാഥന്മാരാവട്ടെ, അവരൊക്കെ കലാഹ, ഭഗവാന്റെ കലകളോട് ചേർന്നവരാണ്. ഭഗവത് അംശം തന്നെയാണ്. സർവേ ഹരേഹേവ, എല്ലാവരും ഹരിയുടെ തന്നെ അംശമാണ്. സ പ്രജാപതയ തഥാ, പ്രജാപതിമാരോട് കൂടിയുള്ള ഓരോരുത്തരും. അതാണ് ഋഷികൾ എന്നൊക്കെ പറഞ്ഞത്. മരീചിരാത്രി അങ്കിരസ പുലസ്ത്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച. ഭൃഗു ആണ് അതിൽ അവതാരം. അങ്ങനെയാണ് ഭഗവാന്റെ ഓരോ കാര്യങ്ങളും. ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഗണത്തിൻ്റെ നാഥന്മാരായിട്ട് ഭഗവാൻ അവതാരം ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഗണത്തിൽ ഇത്തിരി അധികം എന്തെങ്കിലും കണ്ടുവയ്ക്കുക, അതൊക്കെ ഭഗവത് അംശമാണ് എന്ന് കണക്കാക്കുക. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സ പ്രജാപതയസ്തഥാ. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? കലാഹ സർവേ ഹരേഹേ ഏവ, എല്ലാവരിലും ഈ കലകൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഏറെക്കുറെയെല്ലാം പൂർണ്ണമായിട്ടായിരിക്കും ഈ ഭഗവാന്റെ അംശമായിട്ട് ജനിച്ച പ്രധാനികൾ. ഭരതരാജാവ്, അതേപോലെ ഋഷഭൻ, പൃഥു ഒക്കെ പലരും അംശാംശം ഇങ്ങനെയാണ്. ഭൃഗു മഹർഷി, മനുക്കൾ ഒക്കെ പ്രത്യേകം. നമ്മൾ ലൗകികരായിട്ട് നമ്മൾ കാണുമ്പോൾ പലരും മഹാത്മാക്കളായിട്ട് നമ്മൾ പറയണില്ലേ, അവരൊക്കെ ഭഗവത് അംശമാണ്. ഭഗവത് അംശമായതുകൊണ്ട് തന്നെ അവരിൽ എന്തെങ്കിലും അധികമായിട്ട് ചില ഓജസ്സുകളെ, പുറമേക്ക് കാണാൻ തക്കവണ്ണം അവരുടെ പ്രവർത്തനങ്ങളെ, എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തന ഫലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കണം. ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, ലോകഹിതമായിട്ട് പല ഉപകാരങ്ങളെ ചെയ്തവർ, പലരെയും രക്ഷിച്ചതായിട്ടുള്ള ഭാവങ്ങൾ, ഇപ്പോൾ ചെറുതല്ല, വലുത്, എന്നും നിലനിൽക്കാവുന്നത്. വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കി ധാരാളം അമ്പലങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച്, അങ്ങനെയല്ലേ. ഋഷയോ മനവോ ദേവ മനുപുത്ര മഹൗജസ കലാ സർവേ ഹരേരേവ സ പ്രജാപതയസ്തഥാ. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇങ്ങനെ അവതാരങ്ങൾ ധാരാളമുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണ്.
അതുകൊണ്ട് പരിപൂർണതമൻ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പ്രത്യേകം പറയണം. എല്ലാം സകല സ്വരൂപമാണ്, കൃഷ്ണനും സകല സ്വരൂപമാണ്, എങ്കിലും ബ്രഹ്മാവസ്ഥയിലാണ് എന്നതാണ്. ഏതേച്ച ഇവയെല്ലാം പുംസഹ ഈ ഭഗവാന്റെ അംശകലാഹ എല്ലാം അംശകലകൾ തന്നെയാണ്. എങ്കിലും കൃഷ്ണഹാതു കൃഷ്ണനാവട്ടെ സ്വയം ഭഗവാൻ തന്നെയാണ്. യുഗേ യുഗേ അതാത് യുഗങ്ങളിൽ എപ്പോഴാണോ വേണ്ടത്, എല്ലാ യുഗങ്ങളിലും എന്നാണ് ഇതിൽ എഴുതിയതെങ്കിലും യുഗേ യുഗേ എല്ലാ യുഗങ്ങളിലും ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. യുഗങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നതാണ്. അപ്പം അങ്ങനെ ആവശ്യമുള്ള യുഗം തോറും ഇന്ദ്ര അരിവ്യാകുലം ഇന്ദ്രൻ തൊട്ടുള്ള ദേവകൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആ കുലത്തെ, രാക്ഷസകുലായാലും ആസുരകുലായാലും അവരെയൊക്കെ ഇന്ദ്രശത്രുക്കളെ മുഴുവൻ അവർ ഈ ഇന്ദ്രാദിദേവന്മാരെ വ്യാകുലപ്പെടുത്തുന്നു എങ്കിൽ, ദുഃഖിപ്പിക്കുന്നു എങ്കിൽ ലോകം മൃഡയന്തി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതാരത്തെ സ്വീകരിക്കുന്നു. ലോകത്തെ രക്ഷിക്കുക എന്ന പാലകധർമ്മമാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അംശകലയെ വേണ്ടു, അംശാംശകലയെ വേണ്ടു, ചിലപ്പോൾ പൂർണ്ണകല വേണ്ടി വരും, ചിലപ്പോൾ പരിപൂർണ കല വേണ്ടി വരും. അപ്പോൾ കൃഷ്ണൻ പരിപൂർണൻ, ശ്രീരാമൻ പൂർണ്ണൻ. ഇനി ആവേശം, ഇപ്പോൾ പരശുരാമൻ സ്വതേ ആവേശാവതാരാണ് എന്നാണ്. ജീവിതത്തിൽ തന്നെ കുറച്ചു കാലം ഈശ്വരനായിട്ട്, ബാക്കിയുള്ള കാലം മർത്യനായിട്ട്. കപില മഹർഷി ജ്ഞാനകലയായിട്ടാണ്. അങ്ങനെ ഓരോരുത്തർക്കും കല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നരസിംഹം, വരാഹം എന്നൊക്കെ പറഞ്ഞാൽ മത്സ്യം, അതൊക്കെ സ്ഫൂർത്തി എന്നതിന് പറയാം. അതങ്ങനെയാണ് അതിൻ്റെ നിയമം, അതിൻ്റെ പേരങ്ങനെയാണ്, സ്ഫൂർത്തി കലയോട് കൂടിയിട്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണൻ ആയിട്ട് പറയണത് ശരിയ, ഹയഗ്രീവൻ ഇതൊക്കെ അതിലപ്പെടാം. പകുതി മനുഷ്യൻ പകുതി മറ്റ് മൃഗങ്ങളുടേതായിട്ടുള്ള ഒരു രൂപം. കൂർമ്മം, മത്സ്യക്കൂർമ്മം, വരാഹം, നരസിംഹം ഒക്കെ ഹയഗ്രീവൻ ഇതൊക്കെ അതിലപ്പെടാം. ഏതേ ച അംശകലാഹ ഇവയൊക്കെ അംശകലകളാണ് പുംസഹ ഭഗവാന്റെ. പക്ഷേ അതിൽ കൃഷ്ണഹാത്തു കൃഷ്ണനാവട്ടെ ഭഗവാൻ സ്വയം നേരിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചതാണ്. അപ്പം അതുപോലെ തന്നെയാണ് ചില വ്യത്യാസങ്ങൾ. അവതാരമാണ് എന്ന് പറയുന്നില്ല, എന്നാൽ അവതാരമാണ്. ഇനി ശ്രീശുക ബ്രഹ്മർഷി അങ്ങനെ ഒരു മട്ടാണ്. അവതാരമാണോ അല്ല, എന്നാൽ അവതാരമാണ്, അങ്ങനെയാണ്. ഇന്ദ്ര അരിവ്യാകുലം ഇന്ദ്രരെ ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നവരെ അപ്പോൾ അവരെന്താ ചെയ്യുക? അവരെ ഇല്ലാണ്ടാക്കണം, അവരുടെ ദുഷ്ടത ഇല്ലാണ്ടാക്കണം, ഇല്ലെങ്കിൽ ദേവന്മാർക്ക് രക്ഷയില്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കുക വഴി, ഈ ഇന്ദ്രാദി ദേവന്മാരെ രക്ഷിക്കുക വഴി, ഇവരെ ശിക്ഷിക്കുക വഴി ലോകം മൃഡയന്തി ലോകത്തെ രക്ഷിക്കുക എന്നത് ഭഗവാൻ ചെയ്യുന്നു, കാക്കുന്നു, പാലിക്കുന്നു. യുഗേ യുഗേ അതാത് യുഗങ്ങളിൽ എന്നാണ്. അതാത് യുഗങ്ങളിൽ. അപ്പോൾ എപ്പോഴാണോ ഈ അമിതമായിട്ടുള്ള ദ്രോഹം രാക്ഷസ ദൈത്യ ഭാവത്തിൽ വന്നിട്ട് പലരും ചെയ്യുന്നത്, രജോ ഗുണം തമോ ഗുണം, അതിനെ ഭഗവാൻ തന്നെ അതേ ഗുണത്തിൽ അവർക്ക് ശിക്ഷ കൊടുത്തുകൊണ്ട് ഈ സാത്വികത നിലനിർത്തുന്നു. ഏതേച്ച അംശകലാഹ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്ര അരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. കൃഷ്ണൻ പരിപൂർണതമൻ ഇങ്ങനെ പാലകനായിട്ട് ലോകത്തെ മൃഡയന്തി രക്ഷിക്കുക എന്നത് ചെയ്യുന്നു, പാലിക്കുക എന്നത് ചെയ്യുന്നു. ഇനി 29ാമത്തെ ശ്ലോകം. ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗൃണൻ ഭക്തിയ ദുഃഖഗ്രാമാത് വിമുച്യതേ. ഏറ്റവും പ്രധാനം അതാണ്, ദുഃഖഗ്രാമാത് വിമുച്യതേ. ഭഗവാൻ അന്ന് ചെയ്തതും ശരിയാണ്, പിന്നീട് ഭഗവാനെ കുറിച്ച് നാം ചെയ്യുമ്പോൾ നമുക്കും ഇത് ബാധകമാണ്. നമ്മുടെ ദുഃഖം നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. വളരെയധികം ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവത് കലകളെ, നമ്മൾ ഭഗവത് അവതാരങ്ങളെ, ഭഗവത് ലീലകളെ ഒക്കെ സ്മരിക്കുക, നാമം ജപിക്കുക. അപ്പോൾ നമ്മളറിയാതെ കണ്ട് ദുഃഖത്തിൽ നിന്ന് മോചിതരാകും. പ്രയത കുറച്ച് ശുദ്ധിയോട് കൂടിയിട്ട്, മനഃശുദ്ധി വേണം, ദേഹശുദ്ധി വേണം, സ്ഥലശുദ്ധി വേണം, സംഘശുദ്ധി വേണം, പിന്നെ ഈ പഞ്ചഭൂത ശുദ്ധിയൊക്കെ വേണം. നല്ല കാറ്റായ വയ്യ, വെള്ളത്തിലിരിക്കാൻ അപ്പോൾ ബുദ്ധിമുട്ടാണ്, അഗ്നിയിൽ പറ്റില്ല, അങ്ങനെയല്ലേ. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളൊക്കെ കുറച്ച് ശുദ്ധാവുക നല്ലത്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, നമ്മളെ വല്ലാണ്ട് ബാധിക്കും അത്. അപ്പോൾ പ്രയതഃ അതാണ് ശുചിയായിട്ടുള്ള
യഹ നരഹ, ഏതൊരു മനുഷ്യനാണോ ദേഹശുദ്ധി മനഃശുദ്ധി ഉള്ളത്, ഇതേപോലെയൊക്കെ വേണം കേട്ടോ, ഈ സംഘശുദ്ധി എല്ലാം വേണേ. അങ്ങനെ ഭഗവതഃ, ഭഗവാന്റെ ഗുഹ്യം അതിരഹസ്യമായിട്ടുള്ള ഏതത് ജന്മ, ഈ അവതാരത്തെ. അപ്പം അത് ഉള്ളവർ ഭഗവത് അംശമാണ് എന്ന് സാരം. ലോകഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ലോകർ നന്നാവാൻ വേണ്ടിയിട്ട്, തനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്യുന്നവർ ഭഗവത് അവതാരമായിട്ട് കണക്കാക്കിക്കോളൂ. സായം പ്രാതഃ, ഇങ്ങനെ ഈ ഇപ്പോൾ 22 24 അവതാരങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെയുള്ള ഈ അവതാരങ്ങളെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കുമൊക്കെ സ്മരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മഹർഷിമാരുടെ അവതാര സ്വരൂപങ്ങളുടെ സകല സ്വരൂപങ്ങളുടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഗരുഡൻ, അനന്തൻ, ഇങ്ങനെ സ്മരിച്ചാൽ മതി. ജഡായു, ഭക്തന്മാരെ സ്മരിച്ചാലും മതി എന്നാ. ഹനുമാൻ അവതാരം തന്നെയാണ് കേട്ടോ. ദുർവാസാവ് അവതാരം തന്നെയാണ്. അപ്പോൾ ഈ ശിവൻ്റെ കലയോ വിഷ്ണുവിൻ്റെ കലയോ അങ്ങനെയൊന്നും കണക്കാക്കണ്ട. ഭഗവത് അവതാരം, ഭഗവത് ഭക്തന്മാരെ, ഇനി ദൈവീ കലകളായാലും വിരോധമില്ല. അങ്ങനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ കണ്ട് നമ്മുടെ പാപം മുഴുവൻ ഇല്ലാണ്ടാവും. അതാണ്. ഇപ്പോൾ സായം പ്രാതഃ, അപ്പോൾ രാവിലെയും വൈകുന്നേരവും എന്നാണ് പറഞ്ഞതെങ്കിലും, അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെയും എന്നാണ് പറഞ്ഞതെങ്കിലും 3 സന്ധിക്കുമെന്ന് പ്രത്യേകം പറയണം. ഭക്തിയോട് കൂടിയിട്ട് ഗൃണൻ, ഭക്തിയോട് കൂടിയിട്ട് ഉറക്കെ പറയുക. അങ്ങനെയാണെങ്കിൽ സഹ ദുഃഖഗ്രാമാത് വിമുച്യതേ. അതാണ് ജന്മഗുഹ്യം ഭഗവതഃ, ജന്മമില്ലാത്ത ഭഗവാന്റെ അതിരഹസ്യമായിട്ടുള്ള ഇതേപോലെയുള്ള ജന്മങ്ങൾ നമ്മൾ ഭഗവതഃ, ഭഗവാന്റേതായിട്ടുള്ള ഈ ജന്മങ്ങളെ മുഴുവൻ ഏതത് പ്രേതഃ നരഹ, ആരാണോ ശുദ്ധിയോട് കൂടിയിട്ട് മനഃശുദ്ധിയോട് കൂടിയിട്ട് സ്മരിക്കുന്നത് അവർക്ക് ഏതത് പ്രേതഃ നരഹ, ആരാണോ ഇങ്ങനെ ശുദ്ധിയോട് കൂടിയിട്ട് എന്നേ ആയിട്ടുള്ളൂ മനുഷ്യൻ, സായം പ്രാതർഗൃണൻ, രാവിലെ വൈകുന്നേരവും രാവിലെയും, സായം വൈകുന്നേരം, പ്രാതഃ രാവിലെ, ഗൃണൻ അത് സ്വീകരിക്കുന്നത്, സ്വീകരിക്കാച്ചാലോ കീർത്തനം ചെയ്യുക, സ്മരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക, ഭക്തിയോട് കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖഗ്രാമാത് വിമുച്യതേ, ദുഃഖം എന്നുള്ളത് നമ്മിലുണ്ടാവില്ല. ദുഃഖഗ്രാമം കൂട്ടം എന്നാണ്, ദുഃഖങ്ങളുടെ കൂട്ടം. എത്ര വലിയ പാപായാലും ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല എന്ന് സാരം. അതാണ് ജന്മഗുഹ്യം ഭഗവതോ യേതൽ പ്രയതോ നര സായം പ്രാതർഗണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ഏതദ്രൂപം ഭഗവതോ ഹി അരൂപസ്യ ചിദാത്മന മായാഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. അരൂപസ്യ, ഭഗവാന് രൂപമില്ല, നിറമില്ല, അപ്രമേയനാണ്, അവ്യയനാണ്, നിത്യനാണ്, ഏകനാണ്, സത്യനാണ്, അങ്ങനെയല്ലേ. അപ്പോൾ ബ്രഹ്മാവസ്ഥയിലാണ്. അരൂപസ്യ, ഭഗവാന് രൂപമൊന്നുമില്ല, എന്നിട്ടും സകല സ്വരൂപമുണ്ട്. അതാണ് ചിത് ആത്മനഃ, ചിത്താകുന്ന സ്വരൂപം. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്, നമ്മുടെ മനസ്സിൽ ഭഗവാനുണ്ട്, നമ്മുടെ ചിത്തത്തിൽ ഭഗവാനുണ്ട്. നമ്മളുടെ ഭഗവാനെ കണ്ടിട്ട് ഇല്ല. നമ്മൾ നമ്മെ തന്നെ സുന്ദര പുരുഷനാക്കി, വലുതാക്കി, ആകർഷകമാക്കി, ഇത്രേ ചെയ്തിട്ടുള്ളൂ. സർവ അലങ്കൃത ആഭരണ ആട തൊട്ടുള്ള സകല കാര്യങ്ങളും, കുറികൾ തൊട്ടുള്ള അലങ്കാരാദികളൊക്കെ ചെയ്ത്, കിരീടങ്ങളൊക്കെ വെച്ച്, അങ്ങനല്ലേ, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഈ ചിത്തിലിരിക്കുന്നത് ഭഗവാനെ, അത് മാത്രമല്ല ശുദ്ധമാക്കി, ഏറ്റവും നല്ലതേ ചെയ്യൂ, നന്മയെ വരുത്തൂ. അങ്ങനെ നമ്മൾ അരൂപസ്യ, ഈ രൂപമില്ലാത്ത ഭഗവാനെ നമ്മൾ രൂപിയാക്കുകയാണ് സ്വയമേവ. ചിദാത്മനഃ, ചിദാത്മസ്വരൂപനായിട്ടുള്ള ഭഗവതഃ, ഈ ഭഗവാന്റെ മായാഗുണൈഹി, ഇത് ഭഗവാൻ കുറച്ചൊരു മായ ചേർത്തിട്ടാണ്, ഈ സത്വരജസ്തമോ ഗുണങ്ങളെ ചേർത്തിട്ട് ഭഗവാൻ അതിൽ സാത്വികത കൂടുതൽ നിറച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. എന്നാലും നമുക്ക് പേടിയില്ലേ? നരസിംഹരൂപത്തിൻ്റെ ആ ഒരു ഭീകരത കാണുമ്പോൾ തമോ ഗുണം, അത് ചില സമയങ്ങളിൽ രജോ ഗുണമാണ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാവും, രണ്ടും നമുക്ക് പേടിപ്പെടുത്തുന്നതാ, നമുക്ക് വയ്യ അല്ലേ. അപ്പോൾ ആ മായാഗുണൈഹി, എന്നിട്ടോ മഹത് ആദിഭി, മഹത്തത്വം, ജീവസോട് കൂടിയിട്ട്, ചൈതന്യത്തോട് കൂടിയിട്ട്, പ്രയത്നമില്ലെങ്കിലും പ്രയത്നിക്കുക. ഭഗവാൻ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ഭഗവാൻ കർമ്മം ചെയ്യുന്നില്ല, ജനിക്കുന്നില്ല, എന്നിട്ടും നമുക്ക് തോന്നുകയാണ് ഉണ്ട് എന്ന്. ജഗത്ത് തന്നെ മിഥ്യ, എന്നിട്ടും ഭഗവാൻ ഇവിടെ വരണു, നമ്മളെ പലതരത്തിൽ ഇങ്ങനെ അവതാര സ്വരൂപം എടുത്തുകൊണ്ട്. നമുക്ക് പോലും ചിലപ്പോൾ, നമുക്ക് കലികാലത്തിൽ അവതാരമൊന്നുമില്ല, പക്ഷേ എങ്കിലും അയാൾ അന്നത് ചെയ്തു തന്നത് അത് ഭഗവാന്റെ അവതാരം തന്നെയാട്ടോ എന്ന് തോന്നിയിട്ടുണ്ടാവും ചിലർക്കെങ്കിലും. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലർക്കെങ്കിലും അത് ഈശ്വരൻ തന്നെയാട്ടോ, സംശയമില്ല. വല്ലാത്തൊരു സമാധാനം അന്ന് എനിക്ക് കിട്ടുണ്ടായി.
അപ്പോൾ നമ്മൾ ആ ഒരു സന്ദർഭത്തിനെ നമ്മൾ ഓർക്കും. ഒരു ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ഗതിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മരിച്ചു പോകാം, അതല്ലെങ്കിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകാം. ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. ചിലത് മിഥ്യാഭിമാനമാണ്, ചിലത് ദുരഭിമാനമാണ്, ചിലത് ആ മാനത്തെ നഷ്ടപ്പെടുത്തുക എന്നതാണ്. ഒക്കെ വ്യത്യാസമുണ്ട്. മിഥ്യാഭിമാനം എന്ന് വെച്ചാൽ ഒരു വാക്ക് പാലിക്കാൻ പറ്റാതെ കണ്ട് വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മാനം നഷ്ടപ്പെടുക തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്ത്രീധന വിഷയമാണെന്ന് കൂട്ടുക. സ്ത്രീധനം ഞാനുണ്ടെങ്കിൽ തരാം എന്നാണ് പറയേണ്ടത്, ഉണ്ടായിച്ചാൽ തരാം എന്നാണ് പറയേണ്ടത്. അങ്ങനെയല്ല, ഇത്ര തന്നാലേ ഞാൻ വിവാഹം കഴിക്കൂ, ശരി ഞാൻ തരാം, അത് കൊടുക്കാൻ പറ്റിയില്ലേക്കാ, അത് മിഥ്യാഭിമാന. ആ ചോദിച്ചയാൾക്ക് അതിനുള്ള യാതൊരു അർഹതയില്ല, ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഏൽക്കുകയാണ്, നടത്താൻ പറ്റിയില്ല, അപ്പം മിഥ്യാഭിമാനമായി. ഇനി അത് കിട്ടിയില്ല എന്നുള്ള ആ ഒരു വാങ്ങേണ്ട ആൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളത് എന്നെ അപമാനിച്ചുവല്ലോ, അത് ദുരഭിമാന. മിഥ്യാഭിമാനവും ദുരഭിമാനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്നെ അപമാനിച്ചു എന്ന് വാങ്ങണ ആൾ കണക്കാക്കുക, തരാന്നുകൊണ്ട് തന്നില്ലല്ലോ, ദുരഭിമാന. കൊടുക്കാൻ പറ്റാത്തയാൾക്ക് ഇല്ല, കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കുക, ഉണ്ടാക്കാൻ കൂട്ടിയാൽ പറ്റുന്നില്ല, അത് ദുരഭിമാനമല്ല. ആ കാര്യം നടക്കണമല്ലോ, ഞാൻ എന്താ ചെയ്യുക, അതൊരു മിഥ്യാഭിമാനമാണ്. അവിടെ രണ്ടുപേരുടെയും അഭിമാനം രണ്ട് തരത്തിലാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും നല്ലോണം മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അച്ഛനും അമ്മയും നോക്കാത്തവരുണ്ട്, അച്ഛനും അമ്മയും നല്ലോണം നോക്കുന്നവരുമുണ്ട്. കടമയാണ്, കർത്തവ്യമാണ്. ഞാൻ അച്ഛനെയും അമ്മയും നല്ലോണം നോക്കിയിട്ടോ, എല്ലാവരും മേനി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. കുറച്ചേ നോക്കിയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ മേനി പറഞ്ഞ് നടക്കും. മുഴുവനും നോക്കിയുള്ള ഒരാളുണ്ടോ, അയാളായിട്ട് പറയണമുണ്ടാവില്ല, അയാളെ ആരും ശ്രദ്ധിക്കൂല. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടേ, മിഥ്യാഭിമാനവും ദുരഭിമാനവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭഗവത് അംശം എത്രത്തോളം അത് ചൈതന്യവത്താണ്, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നമ്മിൽ രജോ ഗുണമോ തമോ ഗുണമോ ഏൽപ്പിക്കില്ല, നമ്മൾ സാത്വികരായിട്ട് തന്നെ മാറും. ഇങ്ങനെ മഹത്തത്വത്തെ ഭഗവാൻ ഈ ആത്മനി, നമ്മുടെ ജീവാത്മാവിൽ എത്തിയിട്ട് ഈ പരമാത്മാ സ്വരൂപം നമുക്ക് ഇങ്ങനെയാണ് ഇത് എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ലോകം മിഥ്യയാണ്, എങ്കിലും അത് ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നു. ഏതത് രൂപം ഭഗവതഃ, ഭഗവാന്റെ ഈ സകലസ്വരൂപാദികൾ മുഴുവൻ ഹി അരൂപസ്യ ചിത് ആത്മനഃ, ഇതൊന്നും രൂപമില്ലാത്തതാ, ഉറപ്പായിട്ടും രൂപമില്ലാത്തതാ, എങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കുന്നു. ചിത്തിൽ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ ചിത്തിൽ ചൈതന്യമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്, ആകാശത്തിലുമുണ്ട്, 14 ലോകങ്ങളിലുണ്ട് ഈ ചൈതന്യം. ആ ചൈതന്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചൈതന്യത്തെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ആ ചൈതന്യം നമ്മിലേക്ക് തരുന്നതായിട്ടുള്ള പലതും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ അനുഭവം ആണ് ഈശ്വരത്വം. അപ്പം ഈ ചൈതന്യം അത് ഭഗവാന്റേതാണ്, ആത്മനഃ ഭഗവാന്റേതാണ്, ചിതാത്മനഃ. ഈ ഈ ചൈതന്യം അത് ഭഗവാന്റേതാണ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ മായ ബാധിച്ചവരായതുകൊണ്ട് ഗുണത്തോടു കൂടിയിട്ട് ഭഗവാനാൽ രചിക്കപ്പെട്ടു. ഭഗവാനാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള ഈ സകലസ്വരൂപ ഭക്ത അനുഗ്രഹം, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരെ നിഗ്രഹാനുഗ്രഹം ചെയ്യുന്നത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അനുഭവിക്കുക. അതെല്ലാം മഹത്ത് തത്വങ്ങൾ, മഹത് ആദിഭിഹി, പ്രകൃതി മഹത് അഹം തൊട്ടുള്ള 24 തത്വങ്ങളുണ്ട്. ഈ 24 തത്വങ്ങളെ ഈ ആത്മാവിൽ, ജീവാത്മാവിൽ ഭഗവാൻ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിയാതെ കണ്ട് ഭഗവാനെ ഇപ്രകാരത്തിൽ മനസ്സിലാക്കുന്നു എങ്കിൽ നമ്മൾ അറിഞ്ഞു തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ അർഹതയുള്ളവനാക്കിയിട്ട് ഭഗവാൻ തീർക്കും. ഇപ്പം നമുക്ക് എന്താ അറിയില്ല? ഭഗവാന്റെ സകല സ്വരൂപം
ബ്രഹ്മാവസ്ഥയ്ക്കുള്ള ഈ ഭഗവാൻ എങ്ങനെ സകല സ്വരൂപം എടുത്തു? നമുക്ക് നേരിട്ട് ഒരു ബന്ധമില്ല. എങ്കിലും നമ്മൾ വായിക്കുമ്പോൾ കൃഷ്ണലീലകൾ, അതേപോലെ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഏത് അവതാരമായാലും, ശ്രീരാമനായാലും ശരി, വാമനനായാലും ശരി, നരസിംഹായാലും ശരി, വരാഹായാലും ശരി, ഹയഗ്രീവനായാലും ശരി, പരശുരാമനായാലും ശരി, നമ്മൾ ആ ഭഗവാൻ ചെയ്ത ലീലകളെ വായിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുക, അവിടെ ചെന്നിട്ട് അതിൽ പങ്കാളിയാവുക. നമ്മൾ വെറുതെ വായിക്കണേ ഉള്ളൂ, അല്ലെങ്കിൽ കേൾക്കണേ ഉള്ളൂ. അത്രയും സമയം നമ്മൾ ഭഗവാനോടൊപ്പം ഇരിക്കുക. അപ്പോൾ നമ്മിൽ ഏതെങ്കിലും നാം ഇരിക്കുന്ന ഭാഗം ആ ഭക്തൻ്റെ ഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്ന തോന്നൽ. നമ്മൾ രാവണൻ്റെയോ ശിശുപാലൻ്റെയോ കൂട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളെ ഭഗവാൻ ദ്രോഹിക്കുന്നു എന്ന തോന്നൽ. ഞാനത് എടുത്താപ്പോൾ എന്താ കുഴപ്പം? ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ ചിലപ്പോൾ വരും. അത് വലിയ പ്രശ്നമാണ്. ഇപ്പം ശംഖചൂഡൻ്റെ പത്നി തുളസി, അവിടെ സുദാമാവാണ് ശംഖചൂഡനായിട്ട് വന്നത്. ലക്ഷ്മിയുടെ അംശമാണ് തുളസി. ലക്ഷ്മി ഭഗവാന്റെ പത്നിയാണ്. ഭഗവാന്റെ പത്നിയെ ഏത് രൂപത്തിലായാലും പ്രാപിക്കാം. അപ്പം അങ്ങനെ പ്രാപിക്കുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ലക്ഷ്മി ഭഗവാനെ ശപിച്ചു. ശംഖചൂഡൻ എന്ന അസുരൻ്റെ പത്നിയാണ് ഞാൻ. ശംഖചൂഡൻ്റെ വേഷത്തിൽ വന്നിട്ട് എന്നെ പ്രാപിച്ചില്ല, എൻ്റെ പാതിവ്രത്യത്തെ നഷ്ടപ്പെടുത്തിയില്ല, അതുകൊണ്ട് അങ്ങ് കല്ലാവട്ടെ, ശപിച്ചു. ഭഗവാന്റെ ലീലാരഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഭഗവാൻ എന്ന് അറിഞ്ഞാലേ, അതിൻ്റെ സത്യത്തിൻ്റെ സാങ്കത്യം എന്താണെന്ന് അറിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. തുളസിക്ക് തൻ്റെ ഭർത്താവിലെത്താനുള്ള സമയമായി. ശംഖചൂഡന് തൻ്റെ ഗോലോകത്തേക്ക് തന്നെ സുധാമാവായിട്ടെത്താനുള്ള സമയമായി. മഹാദേവന് ഈ ശംഖചൂഡ അസുരനെ വധിക്കണമെങ്കിൽ ഈ തുളസീദേവിയുടെ പാതിവ്രത്യത്തെ ആരെങ്കിലും നശിപ്പിക്കണം. ആരെങ്കിലും അല്ല നശിപ്പിച്ചത്, സ്വന്തം ഭർത്താവാ. അപ്പോൾ അവിടെ നശിപ്പിക്കുകയാണോ ഉണ്ടായത്, അതോ സ്വീകരിക്കുകയാണോ ഉണ്ടായത്? ഭഗവാന്റെ ഒരു കൃപയല്ലേ ഈ സുദാമാവിനെ ഇത്രയും കാലം തുളസിയെ ഭാര്യയായിട്ട് വയ്ക്കാൻ സാധിച്ചത്. അവിടെയാണ് ഭഗവാന്റെ ലീലാരഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മൾ ശംഖചൂഡൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ സുദാമാവിനെ മറക്കണു, തുളസിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ലക്ഷ്മിയെ മറക്കണു, ഭഗവാനെ മറക്കണു. തുളസി ഈ സുദാമാവിന് ഇപ്രകാരത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ശംഖചൂഡൻ്റെ പത്നിയായത്. അത്ഭുതമാണ്. ഭഗവാന്റെ ലീലകൾ രഹസ്യം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നല്ലോണം വിശകലനം ചെയ്തുകൊണ്ട് ഇത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അറിയാതെ കണ്ട് പോലും മറ്റൊരാളുടേത് എൻ്റേത് എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. കളവ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പരദാരഹരണം ആണ്. പരദാരഹരണം ചെയ്യാൻ പാടില്ല. തൻ്റെ പത്നിയാണ്, ശംഖചൂഡൻ്റെ പത്നിയാണ് തുളസി. തുളസിയിൽ അത്രയും വിശ്വാസമാണ്. അപ്പോൾ ഈ പാതിവ്രത്യത്തെ സംരക്ഷിക്കുക എന്നത് തുളസി തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടിയിട്ട്, ഈശ്വരന് വേണ്ടിയിട്ട് അത് ചെയ്യുകയും ചെയ്തു. രണ്ടുപേർക്കും തമ്മിൽ യാതൊരു തർക്കത്തിനും വ്യത്യാസമില്ല. ഒരു തർക്കത്തിനും അവിടെ സാധ്യതയില്ല. എന്നിട്ടും സമയമായി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെയാണ് വിധി വന്നത് എന്ന് സാരം. അതാണ്, ഏതൊരു വേഷമാണോ കെട്ടിയത് അത് അതേ വേഷത്തിൽ തന്നെ ആടണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മളും നമ്മുടേതായിട്ടുള്ള കടമകൾ മുഴുവൻ ചെയ്യണം. പണിയെടുക്കാതിരിക്കരുത്, എല്ലാ പണിയെടുക്കണം. ഈ പണിയെടുക്കുന്നത് എൻ്റെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ സേവനമായിട്ട് ചെയ്യുക. നിർബന്ധമായിട്ടും ഭഗവാൻ അതിൻ്റെ ഫലത്തെ കൊടുക്കുക. എന്നാൽ നമ്മിൽ നിന്ന് അകന്നുപോയി, നമുക്ക് പിന്നൊരു ജന്മം വേണ്ട. അതാണ്. അപ്പോൾ ഏതത് രൂപം, ഈ വിരാട് രൂപമായാലും ഭഗവാന്റെയാണ്, സകലസ്വരൂപമായാലും ഭഗവാന്റെയാണ്, ഭക്തന്മാരുടെ രൂപമായാലും ഭഗവാന്റെയാണ്. അരൂപനായിട്ടുള്ള ഭഗവാന്റെ ചിത്തിൽ ഇപ്രകാരം പരമാത്മാവ് ഇങ്ങനെ വേണം ഈ ജീവാത്മാവിനെ ദ്യോതിപ്പിക്കാൻ എന്ന് കണക്കാക്കിക്കൊണ്ട് ചെയ്യണതാ. അതുകൊണ്ട് ഭഗവാൻ മായ ചേർത്തു, ഗുണത്തെ ചേർത്തു. ഭഗവാനാൽ ഇത് ഇങ്ങനെ രചിക്കപ്പെട്ടു. ആ ലീലകൾ അതേതൊക്കെ തത്വങ്ങളാ, ഗുണങ്ങളാ?
മഹത്ത് തൊട്ടുള്ള ഓരോ തത്വങ്ങളും. പ്രകൃതി, മഹത്ത്, അഹം, പിന്നെ പഞ്ചഭൂതം, പഞ്ചവിഷയം, പത്തിന്ദ്രിയം, മനസ്സ്, ജീവൻ, പ്രാണൻ, ഇങ്ങനെ തത്വങ്ങൾ അനവധി കിടക്കുക. അതിൽ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട്. അവിദ്യയുണ്ട്, വിദ്യയുണ്ട്. സ്നേഹം തൊട്ടുള്ള ഭാവങ്ങൾ 100ൻ്റെ പുറം 121 ഉണ്ട്, മറ്റത് 72 ഉണ്ട്. നെഗറ്റീവ്സ്. ഇത് മുഴുവൻ തത്വങ്ങളാണ്. ഈ താത്വികങ്ങളെ മുഴുവൻ നല്ലോണം മനസ്സിലാക്കാൻ സാധിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ശൗനകാദി മഹർഷിമാരോട് സൂതൻ പറയാണ്, ഏതദ്രൂപം ഭഗവതഃ ഹി അരൂപസ്യ ചിദാത്മന മായാഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഇങ്ങനെ 30ാമത്തെ ശ്ലോകവും പറഞ്ഞു വെച്ചു. നമുക്ക് 31ാമത്തെ ശ്ലോകം തൊട്ട് വേറെ അടുത്തതിൽ പറയാം. ശ്രീ ഹരേ ഗുരുവായൂരപ്പ. ഇപ്പം നമ്മൾ 27, 28, 29, 30 4 ശ്ലോകങ്ങളെ പറഞ്ഞു. 12ാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 4 ശ്ലോകം. 31ാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം. നാരായണ നാരായണ.